കോഴിക്കോട് കുറ്റ്യാടിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട യുവതി മരിച്ചു. കൈതേരിമുക്ക് സ്വദേശി രമ്യയാണ് മരിച്ചത്. കാണാതായ മകന് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. റിയാസ് കേമാറുണ്ട് വിവരങ്ങളുമായി. റിയാസ്, എന്തായാലും അതിദാരുണമായ സംഭവം. എപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്? കാണാതായ മകന് വേണ്ടിയുള്ള തെരച്ചിലടക്കം ഇപ്പോഴും പുരോഗമിക്കുകയാണോ? കോഴിക്കോട് ജില്ലയിൽ കനത്ത മഴ തുടരുകയാണ്. അതിനിടെയാണ് ഇത്തരമൊരു ദാരുണമായൊരു വാർത്ത നമുക്ക് പങ്കുവെക്കേണ്ടി വരുന്നത്. കാണാതായ മകൻ, അതായത് ഒഴുക്കിൽപ്പെട്ട മകന് വേണ്ടി അമ്മയും മകൻ രക്ഷിക്കാൻ വേണ്ടി ഈ പുഴയിൽ എടുത്തു ചാടിയായിരുന്നു. കുറ്റ്യാടിപ്പുഴയുടെ ഭാഗമായിട്ടുള്ള പേരാമ്പ്ര പാലേരി തോട്ടത്താങ്കണ്ടി പുഴയിൽ. ആ പുഴയിലാണ് രമ്യ എന്ന 36-കാരി മകനെ രക്ഷിക്കാൻ വേണ്ടി എടുത്തു ചാടിയത്. എന്നാൽ അവർ ഒഴുക്കിൽപ്പെട്ടു. അവരെ പിന്നീട് അഗ്നിരക്ഷാസേനയും ഒപ്പം തന്നെ നാട്ടുകാരും ചേർന്ന്, ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് അവരെ ആശുപത്രിയിലേക്ക്, അവരെ ഒഴുക്കിൽ നിന്ന് രക്ഷപ്പെടുത്തി അവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. എന്നാൽ രമ്യ ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയിരിക്കുകയാണ്. രമ്യയുടെ മകനെ ഇതുവരെയായിട്ടും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നാദാപുരം ഒപ്പം തന്നെ പേരാമ്പ്ര ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ നാട്ടുകാരുടെ സഹായത്തോടുകൂടി കുട്ടിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഈ കുളിക്കാൻ പോയതായിരുന്നു, കൈതേരിമുക്ക് മോങ്ങൻപാറ ഭാഗത്ത് കുളിക്കാൻ പോയതായിരുന്നു രമ്യയും മകനും. അതിനിടെയാണ് പെട്ടെന്ന് ഈ ഒഴുക്കുണ്ടാവുകയും പെട്ടെന്ന് ഒഴുക്ക് അനുഭവപ്പെടുകയും അതിനിടെ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന മകൻ ഒഴുക്കിൽപ്പെടുകയും ചെയ്തത്. അമ്മയായ രമ്യ സ്വന്തം മകനെ രക്ഷിക്കാനായി ആ വെള്ളത്തിലോട്ട് എടുത്തു ചാടിയതായിരുന്നു. പക്ഷേ ദാരുണമായിട്ടുള്ള ആ ഒരു സംഭവത്തിൽ അമ്മ രമ്യയ്ക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ശരി, വ്യക്തമാണ്. റിയാസ് കേമാറാണ് വിവരങ്ങൾ നൽകിയത്.